ഇപ്പോൾ ശ്രീ സുരേഷ് താളൂർ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം CPIഎമ്മിന്റെ വയനാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. ശ്രീ സുരേഷ് താളൂർ, ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി CPIഎം മാറ്റുന്നുണ്ട്. അവിടെ നടന്ന ചില ഇടപാടുകൾ അത് സാമ്പത്തിക ഇടപാടുകളാണെന്ന് പറയുന്നു. അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ എന്ന ആരോപണം ഉയർത്തുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യം CPIഎം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ സംശയത്തിന് അടിസ്ഥാനം, ശ്രീ സുരേഷ് താളൂർ? അല്ല, ഇവിടെ ശ്രീ സംഷാദ് പറഞ്ഞു ബത്തേരിയിലും വയനാട്ടിലുമെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ വിജയേട്ടൻ, അദ്ദേഹം ദീർഘകാലം സുൽത്താൻ ബത്തേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു, മറ്റ് പല പദവികളും വഹിച്ചിട്ടുള്ളൊരു നേതാവായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീ സംഷാദ് ഉൾപ്പെടെ അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അത്ര ലൈവായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ, അദ്ദേഹം സ്വയം വിഷം കഴിക്കുക മാത്രമല്ല പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത തൻ്റെ മകനെ കൂടി വിഷം കൊടുത്ത്, ഏതാണ്ട് കൊലപാതകമാണ്, മകന് വിഷം കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹം വിഷം കഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അപകടമാണ്. അത്രമാത്രം ദുരന്തം അദ്ദേഹത്തിനുണ്ടായതിന് കാരണം ഞങ്ങളുടെയൊക്കെ ചെവിയിലേക്ക് ഈ വാർത്തകൾ എത്തിച്ചേരുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകന്മാരാണ്. ശ്രീ സംഷാദിന് അറിയാത്തൊന്നുമല്ല, സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ ലൈവായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് സ്വകാര്യം ചോദിച്ചാൽ ശ്രീ സംഷാദിന് ഈ കഥകളെല്ലാം കിട്ടും. ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ വിജയേട്ടൻ വിഷം കഴിച്ചതിന് ശേഷം ആ വീട്ടിലെത്തുന്നത് നെന്മേനി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെന്നും അതിൽ ശ്രീമാൻ IC ബാലകൃഷ്ണൻ്റെയും DCC പ്രസിഡൻറ്റിൻ്റെയും ഉൾപ്പെടെ പേരുണ്ടെന്നുമുള്ള വാർത്ത ആദ്യം മാധ്യമങ്ങളിലേക്കും ഞങ്ങളെപ്പോലുള്ള CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കും എല്ലാം പകർന്നു കിട്ടിയത് കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പോലീസ് ഞങ്ങളോട് ചോദ്യം ചെയ്യട്ടെ, ഞങ്ങൾ ആളെ പേര് പറയാം, ആരാണ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് അത് പറയാനുള്ള തെളിവ് ഞങ്ങൾ എടുത്തിട്ട് അതിനുള്ള വിവരങ്ങളുണ്ട്. ഇവിടെ പ്രശ്നം സുൽത്താൻ ബത്തേരി മേഖലയിൽ, സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലും സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് വളരെ വിശദമായ വിവരങ്ങൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിലൊരു ഇരയാണ് ശ്രീ വിജയേട്ടൻ. ഇപ്പോൾ വിജയേട്ടൻ തന്നെ 1.5 കോടി രൂപ കമ്മിറ്റഡാണെന്ന് പറയുന്നുണ്ട്. 1.5 കോടി രൂപ 6 ആളുകളുടെ കയ്യിൽ നിന്ന് 20 ലക്ഷവും 25 ലക്ഷവും 30 ലക്ഷവും വെച്ച് 7 ആളുകളുടെ നിന്ന് വിജയേട്ടൻ വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ പണത്തിൽ കുറച്ച് പണം ശ്രീമാൻ IC ബാലകൃഷ്ണൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ട് എന്ന് ശ്രീ വിജയേട്ടൻ തന്നെ KPCC പ്രസിഡന്റിന് നേരത്തെ അയച്ച പരാതി ഇപ്പോൾ മുമ്പിലുണ്ട്. ഇതിനു മുമ്പ് സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ പോയ പരാതിയുടെ പകർപ്പ് നിങ്ങളുടെ പല മാധ്യമങ്ങളുടെ ഫയലിൽ തിരഞ്ഞു നോക്കിയാൽ കിട്ടും. ഇപ്പോൾ എൻ്റെ കൂടെ ചർച്ചയ്ക്കിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ട് ശ്രീ സംഷാദ് തന്നെ അംഗമായിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ അവരന്വേഷിച്ച അന്വേഷണത്തിന് നിഗമനങ്ങളുണ്ട്. അതിൽ ചിലരൊക്കെ സംരക്ഷിച്ചു, ചിലരൊക്കെ കുറ്റവാളിയാക്കി എന്നെല്ലാമുള്ള വാർത്ത അന്ന് തന്നെ വന്നു. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. പ്രശ്നം ശ്രീമാൻ IC ബാലകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയനായിരിക്കുകയാണ്. ഇവിടെ ശ്രീ സംഷാദ് മരക്കാരും ഇന്നലെ DCC പ്രസിഡന്റ് ശ്രീമാൻ ND അപ്പച്ചനും എല്ലാവിധ അന്വേഷണത്തെയും നേരിടുകയും ശ്രീമാൻ വിജയേട്ടൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള ദുരൂഹത വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണെന്ന് ഇന്നലെ ശ്രീമാൻ ND അപ്പച്ചേട്ടൻ വ്യക്തമാക്കി. ഇന്നിപ്പോൾ ശ്രീ സംഷാദ് അത് ആവർത്തിക്കുകയാണ്. എന്തേ ശ്രീമാൻ IC ബാലകൃഷ്ണൻ അങ്ങനെ ആവർത്തിച്ചില്ല? ശ്രീമാൻ IC ബാലകൃഷ്ണൻ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇന്നലെ അദ്ദേഹം ഈ മൃതദേഹ സംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങൾക്കും അദ്ദേഹം തന്ന ബൈറ്റിൽ എന്താ പറഞ്ഞത്? പുറത്തു വന്ന രേഖ വ്യാജമാണെന്ന്. അദ്ദേഹം ആരാ? എൻക്വയറി ഓഫീസറാ? പുറത്തു വന്ന് ഇപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് ND അപ്പച്ചനും ശ്രീ സംഷാദും പറയുമ്പോൾ പുറത്തു വന്ന രേഖയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ എന്നല്ല, അത് വ്യാജരേഖയാണ്. ആരാ വ്യാജരേഖ ചമച്ചത്? ഇന്നലെ വരെ ശ്രീമാൻ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതൽ അതിനു മുമ്പും അതിന് ശേഷവും അദ്ദേഹത്തോടൊപ്പവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനയെ പ്രവർത്തിച്ച ജില്ലയിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് DCC ട്രഷറർ ശ്രീ NM വിജയനാണോ വ്യാജരേഖ ഉണ്ടാക്കിയത്? ആ രേഖയിലുള്ള ഒപ്പ് ബാലകൃഷ്ണൻ പരിശോധിച്ചോ? ആ രേഖയിലുള്ള ഒപ്പ് ശ്രീമാൻ വിജയേട്ടൻ്റെതല്ലേ? അതിൻ്റെ അപ്പുറത്തുള്ള 1-ാം കക്ഷിയുടെ ഒപ്പുണ്ട്. ആ 1-ാം കക്ഷിയുടെ ഒപ്പും 2-ാം കക്ഷിയുടെ ഒപ്പും പരിശോധിക്കാതെ അത് വ്യാജരേഖയാണെന്ന് IC ബാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം എടുക്കാൻ എന്താ കാരണം? എന്താണ് ശ്രീമാൻ IC ബാലകൃഷ്ണൻ വെപ്രാളം? അപ്പോൾ പ്രശ്നം വളരെ വ്യക്തമാണ്. ശ്രീമാൻ IC ബാലകൃഷ്ണനെ കണക്ട് ചെയ്തുകൊണ്ടാണ്
സുൽത്താൻ ബത്തേരി ഈ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ അഴിമതി നിയമത്തിൻ്റെ എല്ലാം ഉള്ളത് ഈ ഒരു കത്തല്ല. ഇനിയും കത്തുകൾ വരും, ശരി, ഇനിയും വരും. കത്തുകൾ മാത്രമല്ല, മൊഴി വരാൻ വേണ്ടി പോവാണ്. അതായത് ഈ പറയുന്ന സ്വദേശിയോട് 30 ലക്ഷം രൂപ വാങ്ങിയപ്പോൾ ശ്രീമാൻ ഐഷി ബാലകൃഷ്ണൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം വാങ്ങിയിട്ടുള്ളത്. ഇനി നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ മൊഴി തരാൻ വേണ്ടി പോകുന്നുണ്ട്, ഞാൻ കൊണ്ടുവരാം നിങ്ങളുടെ മുമ്പിൽ, അദ്ദേഹം ഇത് തന്നെ പറയും. ഇങ്ങനെ നിരവധി ആളോട് പണം, ചെക്കുണ്ട്, സ്റ്റാമ്പ് പേപ്പർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൈക്കൂലിക്ക് എഗ്രിമെന്റ് വാങ്ങുന്ന നാണം കെട്ട അവസ്ഥയിലേക്ക് വയനാട്ടിലെ കോൺഗ്രസ് അതവച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളായി സുൽത്താൻ ബത്തേരിയിൽ MLA മാറുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീമാൻ സംഷാദിൻ്റെയും അപ്പച്ചൻ്റെയും വാദത്തെ ന്യായീകരിക്കുന്നു. CPM ആരെയും പ്രതിക്കൂട്ടി നിർത്തേണ്ടതില്ല. പക്ഷേ വിജയേട്ടനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനകത്തുണ്ടായ അരാജകത്വമാണ്, സമ്പത്തിനോടുള്ള ആർത്തിയാണ്, സഹകരണ മേഖലയിൽ തീവെട്ടിക്കൊള്ളയാണ്. അത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണമാണ്. ഞാൻ പറയുന്നു, ശ്രീമാൻ ഐഷി ബാലകൃഷ്ണൻ നിലപാട് വ്യക്തമാണ് ശ്രീ സുരേഷ് താളൂർ.